ഇന്ന് കുറച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇഫ്താർ ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ഷമാം വെച്ചിട്ടൊരു ഷേക്ക് തയ്യാറാക്കി എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ റൂഹബ്സേക്ക് ഒഴിച്ചിട്ട് ഒരു മുഹബത്ത് കാ സർബത്തും, പിന്നെ അതുപോലെ തന്നെ ഒരു പൈനാപ്പിളും ആപ്പിളൊക്കെ വെച്ചിട്ട് ചെയ്യുന്ന ഒരു ജ്യൂസിൻ്റെ റെസിപ്പിയും കൂടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തയ്യാറാക്കി എടുക്കാനുള്ളത് റൂഹബ്സ വെച്ചിട്ടുള്ള ഒരു മുഹബത്ത് കാ സർബത്താണ്. അപ്പോൾ ഞാൻ ആ വാട്ടർ മെലോൺ ഒന്ന് ഒരു ഹാഫ് പോർഷൻ എടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചിട്ട് അതിനുള്ളിലെ കുരുവൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഒരു ബൗളിലേക്ക് ചേർത്തെടുക്കുന്നുണ്ട്. ഇതിൽ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ. അതുപോലെ തന്നെ കുരു മാറ്റാൻ പറ്റുന്നതാണെങ്കിൽ അത് എടുത്ത് മാറ്റുന്നതായിരിക്കും നല്ലത്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1 ലിറ്റർ പാല് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് തണുപ്പിച്ച് ഫ്രീസറിൽ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് കട്ടാക്കിയിട്ട് എടുത്താൽ കേട്ടോ. അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 വലിയ സ്പൂൺ നിറച്ച് ഞാൻ റൂഹബ്സ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ 2 വലിയ സ്പൂൺ നിറച്ചും കാണിച്ചില്ല ആ ഒരു സ്പൂൺ നിറച്ചും ആ ഒരു മിഠായി വെയിറ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു സ്പൂൺ നിറച്ചും ഒരു സ്പൂണിനാണ് കുറച്ച് കാഷ്നട്ട് പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് കുറച്ച് കുതിർത്ത് വെച്ചിട്ടുള്ള കസ്കസാണ്, അത് ഒരു 2 സ്പൂൺ നിറച്ചും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ എല്ലാം ഈ ഒരു അളവിൻ്റെ ഈ ഒരു സ്പൂണിൻ്റെ അളവിനാണ് എടുത്തിട്ടുള്ളത്. എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിരുന്നു. നല്ലൊരു റോസ് മിൽക്കൊക്കെ കുടിക്കുന്നതിൻ്റെ ആ ഒരു ഫീലിംഗ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം വയറ് ഫില്ലാവും, ടമ്മിയാണ്, ഡെലിഷ്യസ് ആണ്, യമ്മിയാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, തീർച്ചയായും ഇഷ്ടപ്പെടും. ഫ്രൂട്ട്സും പാലൊക്കെ ചേരില്ല എന്നാണ് പറഞ്ഞതെങ്കിൽ നമ്മൾ വല്ലപ്പോഴൊക്കെ കഴിക്കുന്നതിനോട് വലിയ വിരോധമില്ലെന്നാണ് തോന്നുന്നത്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് താഴെ കമൻസ് ആയിട്ട് കൊടുക്കും. ഇനി ഞാൻ അടുത്ത് ചെയ്യാൻ പോകുന്നത് ഒരു 2 ആപ്പിൾ എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലി കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയത് മുറിച്ചെടുത്താണ്. പിന്നെ ചേർക്കുന്ന ഒരു പകുതി പോർഷനോളം പൈനാപ്പിൾ എടുക്കുന്നുണ്ട്. അതും കുഞ്ഞു കഷ്ണങ്ങളാക്കിയത് മുറിച്ചെടുത്താണ്. അതൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 2 തൊട്ട് 4 ടേബിൾ സ്പൂൺ ഒരു പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നന്നായിട്ട് ഒരു അല്പം വെള്ളം കൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് നമുക്ക് ആവശ്യം പോലെ വെള്ളവും കൂടി ചേർത്തിട്ട് ഒന്ന് അരിച്ച് നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് സെർവ് ചെയ്യാം. അത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ജ്യൂസാണ്. ആപ്പിളും പൈനാപ്പിളും കൂടി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ആപ്പിൾ ചേർക്കുന്നുണ്ട് തന്നെ ഉടനെ തന്നെ നമ്മൾ തയ്യാറാക്കിയിട്ട് അപ്പം തന്നെ കഴിക്കുന്നതായിരിക്കും നല്ലത്. ഇരിക്കും തോറും ആ ഒരു കളറൊന്ന് ചേഞ്ച് ആയി വരും. അപ്പം ആ ഒരു ഡ്രിങ്കും റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത് തയ്യാറാക്കാൻ പോകുന്നത് ഷമാം വെച്ചിട്ടുള്ളൊരു ഡ്രിങ്കാണ് കേട്ടോ. അപ്പോൾ ഒരു ഷമാം എടുത്തിട്ട് ഇതിൻ്റെ ഒരു കുറച്ച് ഭാഗം മാത്രം മാറ്റി വെച്ചിട്ട് ഞാൻ ഫുള്ളായിട്ട് എടുക്കുന്നുണ്ട്. നല്ലോണം പഴുത്ത ഷമാം എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം അത് ചെറിയ കഷ്ണങ്ങളൊക്കെ ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. അതിനുള്ളിൽ ആ ഒരു കുരുവൊക്കെ മാറ്റി അതിൻ്റെ പുറത്തുള്ള നല്ല കട്ടിയുള്ള തൊലിയാണ് കേട്ടോ. ആ ഒരു തൊലിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമുക്കിത് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചെടുക്കാം. മിക്സിയിലൊന്ന് അരയ്ക്കാൻ പാകത്തിന്. നല്ല പഴുത്ത ഷമാം എടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ, എങ്കിൽ നമ്മൾ വിചാരിച്ചൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. എനിക്കൊരു ഫ്രൂട്ടിനെ കുറിച്ച് പറഞ്ഞാൽ അധികം അങ്ങ് വികാരമില്ലാത്തൊരു ഫ്രൂട്ടാണ് തോന്നിയിട്ടുള്ളത്. അത് മധുരവും ഇല്ല, എന്തോ പുളിപ്പൂലും ഒന്നും ഇല്ലാത്തൊരു ഫ്രൂട്ട്. അപ്പോൾ നമ്മൾ അതുകൊണ്ട് ഷേക്ക് ഉണ്ടാക്കുമ്പോൾ അത് നല്ല ടേസ്റ്റാണെന്ന് തോന്നിയിട്ടുണ്ട്. അങ്ങനെയാണ് ഷേക്ക് ഉണ്ടാക്കി തുടങ്ങിയത്. പിന്നെ ഒരു 4-5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ മിഠായി മീറ്റാണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഇത് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. പിന്നെ ഞാൻ ചേർക്കുന്നത് 1 ലിറ്റർ പാല് നല്ലോണം തിളപ്പിച്ച് തണുപ്പിച്ച് ഫ്രീസറിൽ വെച്ചിട്ട് കട്ടയാക്കി നല്ല കട്ടയായിട്ടുണ്ട് കേട്ടോ. അതൊന്നൊരു കുറച്ചെടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 3 ഏലക്കയും കൂടെ ചേർത്തെടുക്കാം. ആദ്യം ഇടാൻ മറന്നു പോയതാണ് കേട്ടോ. അപ്പോൾ എന്നിട്ട് നമ്മൾ ഇതുപോലെ ബാക്കി ഞാൻ ഉള്ള പാലും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് കുറച്ച് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ അരിച്ചാണ് കേട്ടോ എടുത്തത്. അരിച്ച് വേറൊരു സെർവിങ് ഗ്ലാസ്സിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റിലുള്ള ഡ്രിങ്കാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ കമൻസായിട്ട് താഴെ കൊടുക്കും. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്.